ലബനൻ അതിർത്തിയിൽ സമാധാനത്തിന്റെ അവസാന കണികകളും കെട്ടുപോയിരിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 22ഓളം കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേൽ പ്രതിരോധ സേനയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേലിലെയും തെക്കൻ ലബനനിലെയും സൈനിക പോസ്റ്റുകൾ ലക്ഷ്യം വെച്ച് നടന്ന ഈ മിസൈൽ ഡ്രോൺ വർഷം മേഖലയെ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും പുകയുന്ന അതിർത്തിയിലെ വാർത്തകൾ ലോകം ഭീതിയോടെയാണ് ശ്രവിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ അത്യന്തം ആസൂത്രിതമായിരുന്നു. റോക്കറ്റുകൾ, ചാവേർ ഡ്രോണുകൾ, ആർട്ടിലറി ഷെല്ലുകൾ എന്നിവയ്ക്ക് പുറമെ കൃത്യതയാർന്ന ഗൈഡഡ് മിസൈലുകളും അവർ പ്രയോഗിച്ചു. ഇസ്രായേൽ സൈനികർ ഒത്തുചേരുന്ന സ്ഥലങ്ങൾ, അതിർത്തിയിലെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, കവചിത വാഹനങ്ങൾ എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. തങ്ങളുടെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്ന് തെളിയിക്കാനാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയധികം പ്രത്യാക്രമണങ്ങൾ ഇറാൻ അനുകൂല സേനയായ ഹിസ്ബുള്ള നടത്തിയത്. അതേസമയം ഹിസ്ബുള്ളയുടെ ഈ നീക്കങ്ങൾക്ക് ഇസ്രയേൽ നൽകിയ മറുപടി അതിനേക്കാൾ ഭീകരമായിരുന്നു. തെക്കൻ ലബനനിലും ബെഖ താഴ്വരയിലുമായി ഹിസ്ബുള്ളയുടെ 85ഓളം താവളങ്ങൾ ഇസ്രയേലും തകർത്തു. ഇതിൽ ഭൂഗർഭ ആയുധപ്പുരകളും റോക്കറ്റ് ലോഞ്ചറുകളും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ലബനന്റെ ആകാശത്തെ വട്ടമിട്ട് പറക്കുമ്പോൾ ഓരോ സ്ഫോടനവും അതിർത്തി ഗ്രാമങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ ലബനിൽ വലിയ ജീവഹാനി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇതിന് തിരിച്ചടി എന്നോണം ഹിസ്ബുള്ള അയച്ച ഡ്രോണുകൾ ഇസ്രയേൽ റിസർവ് സൈനികർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്തരൂഷിതമായ ഈ പ്രതികാര പരമ്പരകൾക്ക് അറുതി വരുത്താൻ നയതന്ത്ര ശ്രമങ്ങൾക്കൊന്നും നിലവിൽ സാധിക്കുന്നില്ല എന്നത് നഗ്നമായ സത്യമാണ്. ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വടക്കൻ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. 10,000-കണക്കിന് ജനങ്ങൾ ഇതിനകം തന്നെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. സ്വന്തം മണ്ണിലേക്ക് തിരികെ പോകണമെങ്കിൽ അതിർത്തിയിലെ ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും നീക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഹിസ്ബുള്ളയുടെ ഓരോ ആക്രമണവും ഇസ്രയേലിന്റെ ഈ നീക്കത്തിന് തടസ്സമാവുകയാണ്. സൈനിക താവളങ്ങൾക്കപ്പുറം സിവിലിയൻ മേഖലകളിലും സംഘർഷത്തിന്റെ നിഴലുണ്ട്. ഇരുപക്ഷവും ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള സൈനിക നീക്കങ്ങളെ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഹിസ്ബുള്ളയുടെ പക്കലുള്ള ആധുനിക ആയുധങ്ങൾ, പ്രത്യേകിച്ച് കൃത്യതയാർന്ന മിസൈലുകൾ, ഇസ്രയേലിന്റെ ഉൾനാടൻ നഗരങ്ങളെ പോലും ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ളതാണ്. ഇത് ഇസ്രയേൽ ഭരണകൂടത്തെ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ലബനിലെ സ്ഥിതി കൂടുതൽ പരിതാപകരമാണ്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ മറ്റൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി ആ രാജ്യത്തിനില്ല. എങ്കിലും ഹിസ്ബുള്ള എന്ന സായുധ ശക്തി ലബനന്റെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കരുത്തോടെ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. തെക്കൻ ലബനിലെ ഒലിവ് തോട്ടങ്ങളും ഗ്രാമങ്ങളും ഇപ്പോൾ യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു. ആകാശത്ത് നിന്ന് വീഴുന്ന മിസൈലുകൾ പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ ചുട്ടുകരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ ഇറാന്റെ പങ്ക് നിസ്സാരമല്ല. ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും സാങ്കേതിക സഹായവും നൽകുന്നത് ഇറാനാണെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധമായാണ് നിരീക്ഷകർ കാണുന്നത്. മിസൈലുകൾ എണ്ണിത്തീർക്കാൻ കഴിയില്ലെന്ന് ഹിസ്ബുള്ള വെല്ലുവിളിക്കുമ്പോൾ അതിനു പിന്നിലെ കരുത്ത് ടെഹ്റാനിൽ നിന്നാണെന്ന് ലോകത്തിനറിയാം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ രണ്ടു ഭാഗത്തും സജീവമാണ്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം സിസ്റ്റം 100 കണക്കിന് റോക്കറ്റുകളെ തകർക്കുന്നുണ്ടെങ്കിലും താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ പലപ്പോഴും സുരക്ഷാ വലയം ഭേദിക്കുന്നുണ്ട്. ലബനന്റെ അതിർത്തിയിൽ നിന്ന് തൊടുത്തുവിടുന്ന ഡ്രോണുകൾ ഇസ്രായേൽ സൈനിക പോസ്റ്റുകളിൽ നേരിട്ട് പതിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. യുദ്ധകളത്തിലെ സാഹചര്യം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ ആക്രമണങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു സമ്പൂർണ്ണ യുദ്ധമായി മാറിയേക്കാം. അതിർത്തിയിലെ വനമേഖലകളിൽ ഒളിഞ്ഞിരുന്നാണ് ഹിസ്ബുള്ള പോരാളികൾ മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഇവരെ കണ്ടെത്തുക എന്നത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ പ്രയാസമുണ്ടാക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യയും ഭൂപ്രകൃതിയും ഒരേപോലെ ഹിസ്ബുള്ള ഇവിടെ ആയുധമാക്കുകയാണ്. ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് സംഘടനയെ കൂടുതൽ പ്രകോപിതരാക്കുന്നു. തങ്ങളുടെ നേതാക്കളുടെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അതിർത്തിയിൽ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. മിസൈലുകൾ എണ്ണിക്കോളൂ എന്ന ഹിസ്ബുള്ളയുടെ ഭീഷണി വെറുമൊരു വാക്കല്ലെന്ന് 22 ആക്രമണങ്ങളിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ജാഗ്രതയിലാണ്. യുദ്ധം ലബനന്റെ അതിർത്തി കടന്ന് മേഖലയാകെ വ്യാപിക്കുന്നത് ആഗോള സമാധാനത്തെ ബാധിക്കും.
അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാനത്തിനായി വാദിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. ലബനൻ അതിർത്തിയിലെ ഈ അസ്ഥിരത ആഗോള വിപണിയിലെ എണ്ണവിലയെ പോലും സ്വാധീനിക്കുന്നുണ്ട്. സൈനികർക്കിടയിലെ മാനസിക സമ്മർദ്ദവും ഈ യുദ്ധത്തിന്റെ മറ്റൊരു വശമാണ്. മാസങ്ങളായി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇസ്രായേൽ റിസർവ് സൈനികർക്ക് ഡ്രോൺ ആക്രമണങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അദൃശ്യനായ ശത്രുവിനെ നേരിടുക എന്നത് സൈനികർക്ക് വലിയ വെല്ലുവിളിയാണ്. ഓരോ ഡ്രോൺ ശബ്ദവും ഒരു മരണ സന്ദേശമാകുമോ എന്ന ഭീതിയിലാണ് അതിർത്തിയിലെ സൈനികർ. ലബനിലെ സിവിലിയൻ മരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പോരാട്ടത്തിന് ന്യായീകരണമായി മാറുന്നു. ജനങ്ങൾക്കിടയിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം പടർത്താൻ അവർ ഇത്തരം സംഭവങ്ങൾ ഉപയോഗിക്കുന്നു. അതേസമയം ഹിസ്ബുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ആയുധങ്ങൾ ഒളിപ്പിക്കുന്നുവെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ സത്യം എവിടെയോ മറഞ്ഞു പോകുന്നു. യുദ്ധം ദീർഘകാലം തുടരുന്നത് ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഇസ്രയേലിന് ഇതിനകം തന്നെ കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം സൈനിക ആവശ്യങ്ങൾക്കായി ഉണ്ടായിട്ടുണ്ട്. ലബനന്റെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. വിനോദസഞ്ചാര മേഖലയും കൃഷിയും പൂർണ്ണമായും നിലച്ചു. അതിർത്തിയിലെ കർഷകർക്ക് തങ്ങളുടെ വിളവെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ ഇരുപക്ഷവും നിർബന്ധിതരായിരിക്കുകയാണ്. ഹിസ്ബുള്ള ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പെട്ടെന്നുള്ള ആക്രമണങ്ങൾ നടത്താനാണ്. ഇത് ഇസ്രയേലിന്റെ വലിയ യുദ്ധവിമാനങ്ങൾക്ക് ലക്ഷ്യം കണ്ടെത്തുന്നത് പ്രയാസകരമാക്കുന്നു. പാരമ്പര്യ യുദ്ധമുറകളിൽ നിന്നും മാറി ഗറില്ല യുദ്ധമുറയിലേക്കും ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിലേക്കും ഈ പോരാട്ടം പരിണമിച്ചിരിക്കുന്നു. വടക്കൻ ഇസ്രയേലിലെ നഗരങ്ങൾ ഇപ്പോൾ ശൂന്യമാണ്. സ്കൂളുകളും ഓഫീസുകളും അടഞ്ഞുകിടക്കുന്നു. അതിർത്തിയിലെ സുരക്ഷാ സൈറണുകൾ മാത്രമാണ് അവിടെ കേൾക്കുന്ന ഏക ശബ്ദം. ജനങ്ങൾ ഷെൽട്ടറുകളിൽ കഴിയുമ്പോൾ പുറത്ത് മിസൈലുകൾ ആകാശത്ത് തീജ്വാലകൾ തീർക്കുന്നു. ഈ സാഹചര്യം എത്ര കാലം തുടരുമെന്ന് ആർക്കും അറിയില്ല. നയതന്ത്രജ്ഞർ ഇതിനെ ഒരു ചെസ് കളിയോടാണ് ഉപമിക്കുന്നത്. ഓരോ നീക്കവും അതീവ ശ്രദ്ധയോടെയാണ് നടത്തേണ്ടത്. ഹിസ്ബുള്ളയുടെ 22 ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ ക്ഷമ പരീക്ഷിക്കാനുള്ള തന്ത്രം കൂടിയാണ്. ഒരു വലിയ ആക്രമണത്തിലേക്ക് ഇസ്രയേലിനെ വലിച്ചിഴയ്ക്കുക എന്നതും ഇതിനു പിന്നിലെ ലക്ഷ്യമാകാം. എന്നാൽ വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ തന്നെയാകും ലോകശക്തികളുടെ ശ്രമം. സമാധാനത്തിനായുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിർത്തിയിൽ തോക്കുകൾ നിശബ്ദമാകുന്നില്ല. മിസൈലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. മരണസംഖ്യയും. 2026 ഈ മെയ് മാസത്തിൽ ലബനൻ അതിർത്തി ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമായി മാറിയിരിക്കുന്നു. ഇസ്രയേലിന്റെ ഡയറക്റ്റ് ഹിറ്റുകളും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മഴയും തമ്മിലുള്ള ഈ മത്സരം എന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ പോരാട്ടം മാനുഷികമായൊരു ദുരന്തമായി മാറുകയാണ്. ഭരണാധികാരികളുടെയും സൈനിക തലവന്മാരുടെയും തീരുമാനങ്ങൾക്കിടയിൽ സാധാരണ ജനങ്ങൾ പുകയുന്നു. അതിർത്തിയിലെ ഈ അഗ്നിപർവ്വതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. 22 ആക്രമണങ്ങൾ എന്നത് വെറുമൊരു അക്കമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സ്ഫോടനത്തിന്റെ മുന്നറിയിപ്പാണ്. ലോകം ശ്വാസമടക്കി പിടിച്ച് അതിർത്തിയിലേക്ക് നോക്കുന്നു. ഇനി എന്ത് സംഭവിക്കും എന്ന ചോദ്യവുമായി. സമാധാനം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമ്പോൾ ആയുധങ്ങൾ വീണ്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു.